ഹലോ ഫ്രണ്ട്സ്, എയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിമോജ്. അപ്പോൾ നമ്മുടെ PYQ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗസംഖ്യയാകാൻ സാധ്യതയില്ലാത്തത് ഏത്? എടാ, പൂർണ്ണവർഗം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ നോക്കിയതാണ്. പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ അതൊരു അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതിനാണ് നമ്മൾ പൂർണ്ണവർഗസംഖ്യ എന്ന് പറയാം. വർഗം, സ്ക്വയർ നമ്പർ എന്ന് പറയാം. അപ്പോൾ ഒരു സ്ക്വയർ നമ്പർ ആവണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ, അതിൻ്റെ ഒറ്റയുടെ അക്കത്ത് 0, 1, അതുപോലെ തന്നെ നമുക്ക് നോക്കണമെങ്കിൽ 4, 5, 6, അതുപോലെ തന്നെ 9, ഈ അക്കങ്ങളിൽ മാത്രമേ ആ ഒരു പൂർണ്ണവർഗസംഖ്യ അവസാനിക്കുള്ളൂ. ഇനി ഇതിൽ വരാത്തത് ഏതൊക്കെയാ? 2, 3, 7, 8. 2, 3, 7, 8 ഒരു പൂർണ്ണവർഗസംഖ്യ, ഒരു സ്ക്വയർ നമ്പർ ഒരിക്കലും 2, 3, 7, 8 അവസാനിക്കില്ല. 2, 3, 7, 8 അവസാനിക്കില്ല. ഓർത്തു വെച്ചോ. സെറ്റ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം നമുക്ക് ഇത്തിരി കൂടി ഒരു സന്തോഷം നൽകുന്നതാണ്. കാരണം പറഞ്ഞാൽ പൂർണ്ണവർഗസംഖ്യ ആകാൻ സാധ്യതയില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സാധ്യതയില്ലാത്തത് കാണാൻ ഇതിലേതെങ്കിലും ഒരു നമ്പർ ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയുടെ അക്കത്ത് അവസാനിക്കുന്നുണ്ടോ നോക്കുക. ഉണ്ടോ നോക്കടാ. ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ 6ആണ്. അപ്പോൾ ഇതൊരു പൂർണ്ണവർഗമാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതും എന്തായാലും ഒരു പൂർണ്ണവർഗമായിരിക്കും. ഇതും ഒരു പൂർണ്ണവർഗമായിരിക്കും. തന്നിരിക്കുന്നത് മറ്റുള്ളവ പൂർണ്ണവർഗമായിരിക്കണം, എന്നാലും ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ഇവിടെ 8 അവസാനിക്കുന്നത് ഒരൊറ്റ നമ്പറാണ്, 2348. കൺഫേം ആയിട്ട് ഇതൊരു പൂർണ്ണവർഗസംഖ്യ ആയിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, 2, 3, 4, 8, 2348. ഓക്കെ, സെറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നമുക്ക് 160 മീറ്റർ നീളമുള്ള തീവണ്ടി, അതായത് ടൈം ഡിസ്റ്റൻസ് സ്പീഡിലെ ട്രെയിൻ എന്നുള്ള ടോപ്പിക് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മെജോറിറ്റി വരുന്നത് ഈ ട്രെയിനിൽ നിന്നായിരിക്കും. അപ്പോൾ നോക്കുക കേട്ടോ. 160 മീറ്റർ നീളമുള്ള തീവണ്ടി 72 km/h വേഗതയിൽ ഓടുന്നു. ആ തീവണ്ടി 140 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയം വേണം എന്നാ ചോദ്യം. ഓക്കെടാ, ഈ ട്രെയിനിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്റ്റൻസായി എടുക്കുന്നത് എപ്പോഴും ട്രെയിനിൻ്റെ നീളത്തെ ആയിരിക്കും. ഒരു ട്രെയിൻ ഒരു മരത്തെയോ ഒരു വ്യക്തിയെയോ ഒരു പോസ്റ്റിനെയൊക്കെ മറികടക്കാൻ ട്രെയിനിൻ്റെ നീളം മാത്രം മറികടന്നാൽ മതി. പക്ഷെ അതേ ട്രെയിൻ ഒരു പാലത്തെയോ ഒരു പ്ലാറ്റ്ഫോമിനെയോ മറ്റൊരു ട്രെയിനിനെയോ മറികടക്കണമെങ്കിൽ ട്രെയിനിൻ്റെ നീളം പ്ലസ് ആ പറയുന്ന വസ്തുവിൻ്റെ നീളത്തെയും മറികടക്കേണ്ടി വരും. ഇത് ഓർത്ത് വെച്ചോട്ടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം, ഇവിടെ എത്ര സമയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈം ആണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് കയ്യിലില്ലേ? ഉണ്ട്. ഡിസ്റ്റൻസ് പറയുമ്പോൾ പാലം കൂടി കിടക്കണമെങ്കിൽ ട്രെയിനിൻ്റെ നീളം പ്ലസ് ആ പാലത്തിൻ്റെ നീളത്തെയും കൂട്ടേണ്ടി വരും, ഡിവൈഡഡ് ബൈ. അതിനുശേഷം നമുക്ക് നോക്കുന്ന സമയത്ത് സ്പീഡ് തന്നിരിക്കുന്നത് km/h ആണ്. ഇവിടെ കുടുംബ പേര് മീറ്റർ ആണെങ്കിൽ ഇവിടെ m/s ആയിരിക്കണം. സ്പീഡ് 2 യൂണിറ്റാണ് ഉള്ളത്, km/h m/s. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യേണ്ടി വരും. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ തന്നിരിക്കുന്ന km/h 5/18 കൊണ്ട് ഗുണിക്കണം. അതേ m/s km/h ആക്കാൻ പറഞ്ഞോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് 18 ഡിവൈഡഡ് ബൈ 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 72 km/h എന്നാണ്. അതിനെ മീറ്ററിലേക്ക് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുക. ഇതിൽ വെട്ടിപ്പോയി 4 തവണ 4 × 5 20 വരും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് 300 മീറ്റർ ഡിവൈഡഡ് ബൈ കുടുംബ പേര് 1 20 m/s. ഇത് നോക്കടാ, ഈ 0 വെട്ടി, ഈ 2 30 വെട്ടി 15 തവണ നോക്കടാ. ഈ മീറ്ററും പോയി, ബാക്കിയുള്ള എന്താണ്? സെക്കൻഡ്. ആൻസർ 15 സെക്കൻഡ് കേട്ടോ. ആൻസർ 15 സെക്കൻഡ്. സെറ്റല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഇത്രയോടെ ഒരു ദശാംശ സംഖ്യ എന്നുള്ള ചോദ്യമാണ്. ഡെസിമൽ നമ്പർ. ഡെസിമലും ഫ്രാക്ഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏതൊരു 10th ലെവൽ എക്സാംസിൽ നോക്കുകയാണെങ്കിലും ഡെസിമലും ഫ്രാക്ഷനും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഡെസിമൽ നമ്പർ നമുക്ക് കൂട്ടാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം അല്ലേ. നോക്കുന്ന സമയത്ത് ഇത്രയുള്ളൂ. 0 പറഞ്ഞാലും പോയിൻ്റ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ അർത്ഥം തന്നെയാണ് കേട്ടോ. 0.888. പോയിൻ്റ് ഇവിടെ ശ്രദ്ധിക്കണം. കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ശരി, പോയിൻ്റ് എല്ലാം ഒരേ നിരയിലായിരിക്കണം. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ചിലർ എന്ത് ചെയ്യും പറഞ്ഞാൽ അക്കങ്ങൾ കൂട്ടിയിട്ട് ലാസ്റ്റ് പോയിൻ്റ് ഇട്ടൂടെ എന്നൊരു തോന്നലുണ്ടാവും. ഒരിക്കലും ചെയ്യരുത്. ഇവിടെ ചെയ്യേണ്ടത് പോയിൻ്റ് എല്ലാം ഒരു നിരയിലായിരിക്കണം. അതിനുശേഷം ഇട്ട് കൊടുത്തടാ. ഇതിനുശേഷം 777 ഇത് കൂട്ടാൻ പോവാണ്. ഇവിടെ ശ്രദ്ധിക്കുക. ചിലർക്ക് തോന്നും നമ്മുടെ 0 ഇട്ട് എല്ലാം ഈക്വൽ ആക്കണ്ടേ. കൂട്ടുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ നോക്കുന്ന സമയത്ത് ഒന്ന് കൂട്ടണേ. 9 9ഉം 8ഉം എന്ന് പറയുന്നത് 17, ബാക്കി ശിഷ്ടം 1. അപ്പോൾ 8 1 9, 9 9 18, 18ഉം 7ഉം 25, ബാക്കി ശിഷ്ടം 2. 8ഉം 2ഉം 10, 19, 19ഉം 7ഉം 26. ചിലർക്ക് തോന്നും നിറയെ സ്ഥലമുണ്ടല്ലോ സാറേ, ഇവിടെ 26 എന്ന് എഴുതിയൊരു പോയിൻ്റ് ഇട്ടാൽ പോരേന്ന്. ഒരിക്കലില്ലടാ. ഒറ്റയുടെ അക്കത്തിൽ ഈ 6 എടുത്തെഴുതി. ഈ ഉത്തരത്തിലും ഇതേ ലൈനിൽ പോയിൻ്റ് ഉണ്ടാവണം. എടാ പോയിൻറ്റിന് ഇപ്പുറം എപ്പോഴും ഒരു 0 ഇല്ലേ? ഞാൻ ഇട്ടില്ല എന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇടാം. ബാക്കി സിസ്റ്റം 2 ഇവിടെ കൊടുക്കുക. കൊടുത്തതെല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് എൻ്റെ ആൻസർ 2.659. ഓപ്ഷനിലെ ഓപ്ഷൻ എ. ശ്രദ്ധിക്കട. കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും പോയിന്റുകളെല്ലാം ഒരേ നിരയിലായിരിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. സൂപ്പർ. അനോളജി, നമ്പർ അനോളജി. ഞാൻ എൻ്റെ പിള്ളേരോട് എന്നും പറയുന്ന ഒരു കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വലിയ മാത്സ് ഒക്കെ നന്നായി നമ്മൾ ചെയ്തു പഠിക്കും, വരുമ്പോൾ നല്ല നല്ല ചാപ്റ്റേഴ്സ് കയറി പഠിക്കും. ചിലർ നമ്പർ സീരീസിനെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കാറില്ല. പക്ഷേ നമ്പർ സീരീസ് അത്ര സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. കാരണം റീസണിങ്ങിലായിരിക്കും ചിലപ്പോൾ നമുക്ക് മാർക്ക് പോവുക. മെൻ്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ചില ടൈമിൽ നമ്മൾ അങ്ങനെ മെൻ്റലാക്കി കളയും. അപ്പോൾ നിങ്ങൾ നേരെ ശ്രദ്ധിക്കുക. ഇവിടെ കൂടാ 9നെ 18 എന്ന് എഴുതാം. എങ്കിൽ 7നെ എങ്ങനെ എഴുതാമെന്നാണ് ചോദ്യം. ഇവിടെ നോക്കണം. 9നെ 18 എന്ന് എഴുതാം എന്ന് പറയുമ്പോൾ ചിലരുടെ മനസ്സിലാവും സാർ അതിൻ്റെ ഇരട്ടിയല്ലേ, അപ്പോൾ 7ൻ്റെ ഇരട്ടി എടുത്താൽ പോരെ. എടുക്കാൻ അവിടെ വേണ്ടേ? ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെ 9നെ 18 ആക്കാൻ നോക്കുക. പല രീതിക്ക് ചിന്തിച്ചാലും നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു നമ്പർ സീരീസ് അനോളജി തന്നെയാണിത്. ഇവിടെ നോക്കണം. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറയണേ. എന്തെങ്കിലും അങ്ങനെ സംഭവം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ആ നമ്പറിൻ്റെ സ്ക്വയറും ക്യൂബും ആയിരിക്കണം. 9ൻ്റെ സ്ക്വയർ എത്രടാ? 9ൻ്റെ സ്ക്വയർ 81. ആ 81നെ തിരിച്ചിട്ട് 18 ആവില്ലേ? ആ 18 ഇത്. അങ്ങനെയാണെങ്കിൽ 7ൻ്റെ സ്ക്വയർ 49, അതിനെ തിരിച്ചിട്ട് 94 വരണം. പക്ഷെ ഓപ്ഷനിലില്ല. അവിടെയാണ് കാര്യം. അപ്പോൾ അതുമല്ല മെത്തഡ്. അപ്പോൾ അടുത്തത് ചിന്തിക്കേണ്ടത് 9ൻ്റെ ക്യൂബ് എത്രടാ? 729. പറഞ്ഞോ? 729. ഈ അക്കങ്ങളൊന്ന് കൂട്ടി നോക്കിയേ, എത്ര കിട്ടുന്നുണ്ട്? 18. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണം. 18. അങ്ങനെയാണെങ്കിൽ 7ൻ്റെ ക്യൂബ് എത്രയാടാ? 343. ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 4 3 7, 7 3 10. എൻ്റെ ആൻസർ ഓപ്ഷൻ സി. അപ്പോൾ ഇങ്ങനെ വരുന്ന നമ്പർ അനോളജി ആയിക്കോട്ടെ, നമ്പർ സീരീസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ സ്ക്വയറും ക്യൂബും ചിന്തിക്കുക. 20 വരെയുള്ള സ്ക്വയറും മിനിമം 15 വരെയുള്ള ക്യൂബെങ്കിലും പഠിച്ച ഉപകാരമായിരിക്കും. ഏറ്റവും കുറഞ്ഞത് 10 വരെയെങ്കിലും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. എന്നാലും നമുക്ക് വെട്ടിച്ചുരുക്കാനും ഇതുപോലത്തെ നമ്പർ സീരീസ് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഓക്കെ, ഒരു ക്ലോക്കിൽ ഏറ്റവും കൂടുതൽ PSC എക്സാമിൽ ചോദിക്കുന്ന ക്ലോക്കിലെ ചോദ്യം ഇത്ര ഉള്ളൂ. കോൺ അളവ് കാണൽ അല്ലേ? അപ്പോൾ ഒരു ക്ലോക്കിലെ സമയം 6:15 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്ര? മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്ര? അപ്പോൾ ഇവിടെ ഇത് കാണാൻ നിങ്ങളൊരു ഇക്വേഷൻ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? 30H മൈനസ് 11/2 M. H എന്താണെന്ന് ചോദിച്ചാൽ ഈ 6:15 H ഏതാണെന്ന് ചോദിച്ചാൽ മണിക്കൂറും M എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മിനിറ്റുമാണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും.
30 ഇൻറ്റു 6 മൈനസ് 11/2 ഇൻറ്റു 15. ഇത് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക. അതിനുള്ള എക്സാമിൻ്റെ പകുതി സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നോക്കണം, ഈ ഇക്വേഷൻ പഠിച്ച് വെക്കണം. പഠിച്ച് വെക്കണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ PSC എക്സാമിൽ സ്ഥിരമായിട്ട് ഒരു റൗണ്ട് ഫിഗർ ആയിട്ടുള്ളത് ചോദിക്കുള്ളൂ. അതായത് 6:20 ഇല്ലെങ്കിൽ 8:25 ഇല്ലാണ്ട് അതിൻ്റെ ഇടയിൽ 6:27 അങ്ങനെയൊന്നും പൊതുവെ ചോദിക്കാറില്ല. ചോദിച്ചാൽ മാത്രമേ ഇക്വേഷൻ യൂസ് ചെയ്യുക. പക്ഷേ ഏറ്റവും ബെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ മെത്തേഡ് ഷോർട്ട് കട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കണ 6:15 തങ്ങളാ നിങ്ങൾക്ക് മാച്ചിൽ ഈ സമയത്തിൽ ആ മുള്ളുകൾ ഏതൊക്കെ സംഖ്യയിലുണ്ടാവുമെന്ന് പറയാൻ സാധിക്കില്ലേ? അതറിഞ്ഞാൽ മതി. വാച്ച് നോക്കാൻ അറിയോ? ആൻസറായി. ഇവിടെ നിൽക്കുക കേട്ടോ. ഇവിടെ 6:15 പറയുമ്പോൾ പറയണ മണിക്കൂർ സൂചി എവിടെ ഉണ്ടാവും? മണിക്കൂർ സൂചി 6 കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാവും സാറേ എന്ന് പറയുന്നു. ഓക്കെ, പക്ഷേ അത് നിങ്ങൾ അങ്ങനെ എടുക്കണ്ട. ആ മണിക്കൂർ 6 തന്നെയാണെന്ന് വിചാരിച്ചു. കാരണം മണിക്കൂർ സൂചി 6 തന്നെ, അതിലും ഒരു മാറ്റം വരുത്തരുത് കേട്ടോ. അതിനുശേഷം മിനിറ്റ് സൂചി 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏത് സംഖ്യയിലുണ്ടാവും? 3-ലുണ്ടാവും. ഒന്നുകൂടെ ആദ്യം മണിക്കൂർ സൂചി 6 തന്നെ ഉണ്ടാവും എന്ന് എഴുതാം. ശേഷം മിനിറ്റ് സൂചി 3-ലുണ്ടാവും. നേരെ ഇവന്മാരുടെ വ്യത്യാസം നോക്കുക. എത്രയാണ് ആ വ്യത്യാസം? 3. ആ 3-നെ എന്ത് കിട്ടിയാലും ശരി നോക്കടാ, അതിനെ 30 ഡിഗ്രി കൊണ്ട് ഗുണിക്കുക. എന്തിനാ 30 ഡിഗ്രി? ഒരു ക്ലോക്കിലെ ഓരോ അക്കങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് 30 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ ഒരു സൂചി 12-ൽ നിന്ന് 1-ലേക്ക് വന്നു. എത്ര ഡിഗ്രി മൂവ് ചെയ്തു? 30 ഡിഗ്രി. 12-ൽ നിന്നും 2-ലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ എത്രയായി? 2 ഗ്യാപ്പായി. അപ്പോൾ ഒരു ഗ്യാപ്പ് 30 ആണെങ്കിൽ 2 ഗ്യാപ്പ് 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ആദ്യം ഈ എടുത്ത സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ്റെ ഗ്യാപ്പാണ്. അതായത് 6-നും 3-നും ഇടയുള്ള ഗ്യാപ്പ് 3 ഗ്യാപ്പ്. 3 × 30 90 ഡിഗ്രി. 90 ഡിഗ്രി എന്ത് കിട്ടിയാലും ശരി. ഇവിടെ നോക്കടാ, നമുക്ക് ആ മിനിറ്റ് സൂചിയിലെ എത്രയാണ് പറഞ്ഞേക്കണേ? മിനിറ്റ് സൂചിയിലെ മിനിറ്റ് എത്രയാണ് പറഞ്ഞേക്കണേ? 15 മിനിറ്റ്. 15 മിനിറ്റ്. ആ 15 മിനിറ്റിൻ്റെ പകുതി എടുത്ത് ഇതിൽ കൂട്ടാം. എൻ്റെ ആൻസർ 97.5 ഡിഗ്രി കേട്ടോ. ഒന്നുകൂടെ ഞാൻ ഒന്നും കൂടി പറയണേ. ഇത് 6-ലുണ്ടാവും, ഇത് 3-ലുണ്ടാവും. വ്യത്യാസം എടുത്തു. എന്ത് വ്യത്യാസം കിട്ടിയാലും 30 ഡിഗ്രി കൊണ്ട് ഗുണിച്ചു. കിട്ടിയ ഉത്തരത്തിന് മിനിറ്റിൻ്റെ പകുതി കൊണ്ട് കൂട്ടി. എൻ്റെ ആൻസർ 97.5 ഡിഗ്രി. 97.5 ഡിഗ്രി. ഇവിടെ ഒരു കാര്യം കൂടി പറയാം. എപ്പോഴും കൂട്ടലാണെന്ന് ഞാൻ മൈൻഡ് പറയാറുണ്ട് അല്ലേ? എല്ലാ പിള്ളേരോടും പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ചില ടെസ്റ്റുകൾ വരും. ഇവിടെ സമയം 4:30 ഇരിക്കട്ടെ. ഇവിടെ നോക്കണേ, ഇത് 4-ലുണ്ടാവും, ഇത് ഏതിലുണ്ടാവണ? 6-ലുണ്ടാവും. വ്യത്യാസം നോക്കടാ. ഇവിടെ വ്യത്യാസം പറയുന്നത് -2 വരും. -2 × 30 ഡിഗ്രി. ഇവിടെ ഗുണിക്കുന്ന സമയത്ത് ഒരു സംഖ്യയിലെങ്കിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഉത്തരവും നെഗറ്റീവായി മാറും. അപ്പോൾ -60 ഡിഗ്രി എന്ന് വരും. അപ്പോൾ കൂട്ട് എപ്പോഴും കൂട്ടലാണെന്ന് മൈൻഡ് വെച്ചോ. കാരണം അത് കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ള ഡൗട്ട് വരണ്ട. ഇവിടെ നോക്കടാ, ഇവിടെ കൂട്ട് എത്രയുടെ? മിനിറ്റിൻ്റെ പകുതിയായ 15 കൂട്ടി. ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യ തമ്മിൽ കൂട്ടാൻ പറഞ്ഞാൽ നേരിട്ട് കൂട്ടാൻ പറ്റുമോ? ഇല്ല. ഇത് തമ്മിൽ കുറയ്ക്കുന്ന സമയത്ത് എത്ര കിട്ടും? ഇവിടെ 45 കിട്ടും. കിട്ടിയ ശേഷം അവൻ്റെ വലിയ ചിഹ്നം ഇടണം എന്നുള്ള നിയമമുണ്ട് അല്ലേ? ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് തമ്മിൽ കുറയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൂട്ടുന്ന സമയത്ത് അവിടെ നെഗറ്റീവ് ചിഹ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ സംഖ്യയുടെ ആ ചിഹ്നം ഇട്ട് കൊടുക്കണം. ആ വലിയ സംഖ്യയുടെ ചിഹ്നം ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇത് -45 ഡിഗ്രി ആവും. ഇത് കാലാവസ്ഥയല്ലല്ലോ, കോണളവല്ലേ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വേണ്ട, ഇത് മോഡുലസിൻ്റെ അകത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ 45 ഡിഗ്രി. അപ്പോൾ ഇത്രയുള്ള നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിരിക്കുന്ന ആ സമയത്തിൻ്റെ നോക്കണം, ആ മണിക്കൂറിൻ്റെ ആ സൂചി എവിടെ ഉണ്ടാവുമെന്ന് എഴുതാം. മിനിറ്റ് സൂചിയുടെ ആ സൂചി ഏത് സംഖ്യയിൽ ഉണ്ടാവുമെന്ന് എഴുതാം. വ്യത്യാസം എടുക്കുക. എന്ത് വ്യത്യാസം കിട്ടിയാലും 30 ഡിഗ്രി കൊണ്ട് ഗുണിക്കുക. ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തെ പ്ലസ് മിനിറ്റിൻ്റെ പകുതി എടുത്ത് പ്ലസ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു കണ്ടീഷൻ. ഇവിടെ ചെറുതെന്ന് വലുത് കുറയ്ക്കുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് വരും. ആ നെഗറ്റീവ് വരുമ്പോൾ ലാസ്റ്റ് കൂട്ടണ്ട, കുറച്ചാൽ മതി എന്ന് ചിന്തിച്ചാലും മതി. ഇല്ലെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പ് കൃത്യമായി ചെയ്യുക. ആൻസർ 45 ഡിഗ്രി കേട്ടോ. ഓക്കെ, കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടി തരാം. സമയം
സമയം ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ 7:25. ഇതിൻ്റെ കോണളവൊന്ന് കമൻറ്റ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കണോ. എൻ്റെ പിള്ളേർ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 7:25 കോണളവ് കമൻറ്റ് ചെയ്യില്ലേ? സെറ്റല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, അടുത്തത് 1/5 പ്ലസ് 1/10 പ്ലസ് 1/15 ഭിന്നസംഖ്യകൾ കൂട്ടാനാണ്. ഭിന്നസംഖ്യകൾ കൂട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇവിടെ നോക്കടാ. ഇവിടെ ഛേദങ്ങൾ എല്ലാം വ്യത്യാസമാണ് അല്ലേ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. 3/5 പ്ലസ് 1/5 എന്താ ഉത്തരം വരിക? ഏടാ, ഛേദങ്ങൾ സെയിം ആണെങ്കിൽ അംശങ്ങൾ തമ്മിൽ ഡയറക്റ്റ് കൂട്ടാം, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, അംശങ്ങൾ തമ്മിൽ കൂട്ടി എത്ര കിട്ടി? 4 കിട്ടി. ഡിവൈഡഡ് ബൈ ഛേദങ്ങളൊന്ന്, ഇത് കൂട്ടണമെന്ന് തോന്നും, കൂട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. നമുക്ക് 5 നേരെ 10 എന്ന് എഴുതിയാൽ കഴിഞ്ഞു. ഒരിക്കലും ഛേദങ്ങൾ കൂട്ടരുത്, അതേ സംഖ്യ തന്നെ എഴുതുക. അപ്പോൾ 4/5. അപ്പോൾ ഛേദങ്ങൾ സെയിം ആണെങ്കിൽ ഡയറക്റ്റായിട്ട് അംശങ്ങൾ കൂട്ടാം. അപ്പോൾ ആ മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോണത്. ഇവിടെ ശ്രദ്ധിച്ചടാ. അപ്പോൾ നമ്മൾ ആ മെത്തേഡ് പ്രകാരം ഇവിടെ 1/5 പ്ലസ് 1/10 പ്ലസ് 1/15 ഇവന്മാരെ കൂട്ടാൻ താഴെ ഛേദം സെയിം ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ളൂ എൽസ്യം കാണാം. എന്തിൻ്റെ എൽസ്യം കാണാമെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന താഴെയുള്ള ഛേദത്തിൻ്റെ എൽസ്യം കാണാം. 5, 10, 15 ഇതിൻ്റെ എൽസ്യം കാണാനുള്ള ട്രിക്ക് എന്താ? കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ സംഖ്യയായ 15നെ മറ്റുള്ള സംഖ്യ കൊണ്ട് ഹരിക്കാൻ സാധിച്ചാൽ അതായിരിക്കും LCM. 15നെ 5 കൊണ്ട് ഹരിക്കാലോ, 10 കൊണ്ട് ഹരിക്കാലോ, പറ്റുമോ? ഇല്ല. അങ്ങനെ തോന്നും, പോവും. പക്ഷേ ശിഷ്ടം വരും. ശിഷ്ടം ഒരിക്കലും വരാൻ പറ്റില്ല. അപ്പോൾ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക. 30 മൾട്ടിപ്പിളാണ്, ഇരട്ടിയല്ല. ഇവിടെ നോക്കിയോ, 30നെ 5 കൊണ്ട് ഹരിക്കാലോ, 10 കൊണ്ട് പറ്റുമോ? പറ്റുമല്ലോ. അപ്പോൾ പിന്നെ നോക്കേണ്ട അതിൻ്റെ LCM 30. ഇനിയുള്ള ലക്ഷ്യം ഇവന്മാരെ എല്ലാം 30 ആക്കണം. 5നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 30 × 6. അതേ സാധനം മുകളിലും കൊടുക്കണം. കാരണം ഇവർ രണ്ടുപേരും സഹോദരന്മാരാണ്. ഇവൻ എന്ത് കൊടുത്താലും ഇവനും കൊടുക്കണം, ഇല്ലെങ്കിൽ പാപം കിട്ടും. ഓക്കെ, ഇവിടെ നോക്കടാ. ഇവിടെ എന്ത് കൊടുത്താലും മുകളിലും കൊടുക്കുക. സെറ്റല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവൻ എന്തുകൊണ്ട് ഗുണിക്കണം? നിങ്ങൾ തന്നെ പറയടാ. × 3. ചിലവർ × 6 വെച്ചിട്ട് എല്ലാവരും ഗുണിക്കാൻ നോക്കും. ദയവായി ചെയ്യരുത്. ഇത് വേറെ ഫാമിലിയാണ്, ഇത് വേറെ ഫാമിലി, അതൊരു വേറെ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ × 3 ചെയ്താൽ 30 അതേ × 3 മുകളിലും കൊടുക്ക്. ഇനി ഇവൻ എന്ത് ചെയ്താൽ 30 × 2. അതേ × 2 മുകളിലും കൊടുക്ക്. ഇപ്പം നോക്കണ, താഴെ മുഴുവൻ കോമണായി 30 മുകളിൽ 6, 1 × 6 6 പ്ലസ് 3 പ്ലസ് 2 എത്ര കിട്ടൂടാ? എല്ലാം കൂടി കൂട്ടിയാൽ 11/30. ഡാൻസോ ഉഷാർ കേട്ടാ. ഇത് എത്ര ഓപ്ഷനിലുണ്ട്? ഓപ്ഷൻ എ 11/30. ഒന്നും നോക്കാനില്ല. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. കൂട്ടാൻ പറഞ്ഞാലും ശരി, ഭിന്നസംഖ്യകൾ കുറയ്ക്കാൻ പറഞ്ഞാലും ശരി, താഴെയുള്ള ഛേദം സെയിം ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ഛേദം സെയിം ആക്കാൻ വേണ്ടി LCM എടുക്കുക. LCM എടുത്ത ശേഷം മുകളിൽ കൂട്ടാനായാലും കുറയ്ക്കാനായാലും ചെയ്യുക. സെറ്റായി ആൻസർ കേട്ടോ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഓക്കെടാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോൻ്റെ സെഷനും നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതിന് തന്നെ അടുത്ത സീരീസ് ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ തീർച്ചയായും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ എയ്സിൻ്റെ അഡ്മിഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എയ്സിൽ നമ്മുടെ LP UPയുടെയും അതുപോലെ തന്നെ LDCയുടെയും ജനറൽ PCയുടെ അഡ്മിഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. കൂടെ ഒറ്റയ്ക്ക് ഞങ്ങൾ കൂടെ എന്നും ഉണ്ടാവും. നിങ്ങൾക്ക് സർക്കാർ ജോലിയാണ് ലക്ഷ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ടായിട്ട് കൂടെ എന്നും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. ബൈ.